നടിയും മോഡലും ബിഗ് ബോസ് താരവുമായ ഷെഫാലി ജെരിവാലയുടെ മരണം ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ്. വീട്ടിൽ വച്ച് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ജൂൺ 27 വെള്ളിയാഴ്ച രാത്രിയാണ് താരത്തെ മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഷെഫാലിയുടെ ഭർത്താവും നടനുമായ പരാഗ് ത്യാഗും ചിലരും ചേർന്നാണ് നടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്നായിരുന്നു അന്നേരം സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. താരത്തിന്റെ വീട് പരിശോധിച്ച പോലീസും ഫോറൻസിക് വിദഗ്ധരും ആന്റി ഏജിംഗ് കുത്തിവയ്പ്പിനുള്ള മരുന്നുകൾ, വിറ്റമിൻ ഗുളികകൾ, അസിഡിറ്റിക്കുള്ള ഗുളികകൾ എന്നിവ കണ്ടെത്തിയിട്ടുണ്ട്. 7-8 വർഷമായി താരം പതിവായി ആന്റി ഏജിംഗ് മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജൂൺ 27 താരത്തിന്റെ വീട്ടിൽ ഒരു പൂജയുണ്ടായിരുന്നു. അതിനാൽ ഷെഫാലി ഉപവാസത്തിലായിരുന്നു. എന്നാൽ അതേ ദിവസം ഉച്ചകഴിഞ്ഞ് ഷെഫാലി ആന്റി ഏജിംഗ് കുത്തിവയ്പ് എടുക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടറാണ് ഈ മരുന്ന് നിർദ്ദേശിച്ചതെന്നും അതിനുശേഷം എല്ലാ മാസവും ഈ ചികിത്സ നടത്താറുണ്ടെന്നുമാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഷെഫാലിയുടെ മരണത്തോടുകൂടി സൗന്ദര്യവർദ്ധനവിനുള്ള സ്വയം ചികിത്സ എത്രത്തോളം മാരകമാണെന്നാണ് തെളിയുന്നത്. മരിക്കുന്ന അന്ന് ഷെഫാലി വ്രതത്തിലായിരുന്നു. എന്നാൽ ആന്റി ഏജിംഗ് പിൽസും ചർമ്മ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഗ്ലൂട്ടാതയോണും ഉപയോഗിച്ചിരുന്നു. വെറും വയറ്റിൽ ഇത് രണ്ടുമുണ്ടാക്കിയ റിയാക്ഷനാണ് ഹൃദയാഘാതത്തിന് കാരണമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.